യു പ്രതിഭ MLA CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. MS അരുൺകുമാർ, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിഷ ദിലീപ് ചേരുന്നു. നിഷ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, യു പ്രതിഭ MLA CPMന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അവരെ കൈവിടാതെ, അതായത് മകനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊന്നും കെട്ടടങ്ങാത്ത സാഹചര്യത്തിലും യു പ്രതിഭ MLA കൈവിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് CPM. ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി രൂപീകരിച്ച ജില്ലാ സമ്മേളനം അവസാന ദിവസമാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആലപ്പുഴയിൽ നിന്നും 4 പേരെ പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അതിന്റെ ഭാഗമായി യു പ്രതിഭയെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ പ്രാതിനിധ്യം, ഒപ്പം തന്നെ ജനപ്രതിനിധികളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക, ഈ 2 കാര്യങ്ങളെ തുടർന്നാണ് പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് CPMന്റെ വിശദീകരണം. എന്തായാലും MS അരുൺകുമാർ MLAയും യു പ്രതിഭയ്ക്കൊപ്പം ജില്ലാ കമ്മിറ്റിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രനും മാരാരിക്കുളം ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിങ്ങനെ 4 പുതുമുഖങ്ങളെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം മകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി R നാസർ ഇത്തവണ ജില്ലാ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ വിവരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലും യു പ്രതിഭയെ കൈവിടാതെ തന്നെയാണ് സംസാരിച്ചത്. ഒരു അമ്മ എന്ന നിലയിലാണ് അന്ന് യു പ്രതിഭ പ്രതികരിച്ചത്. മകന്റെ കാര്യത്തിൽ അവർക്ക് വേദനയുണ്ടാകും, അതുകൊണ്ട് അവർ പ്രതികരിച്ചതിനെ തെറ്റായി കാണാൻ കഴിയില്ല. മാധ്യമങ്ങളെ അടക്കം അടച്ചാക്ഷേപിക്കുകയും ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഓരോ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് മാധ്യമങ്ങളെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അന്നും പ്രതിഭയെ കൈവിടാതെ തന്നെയായിരുന്നു ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം പോയത്. ഒപ്പം തന്നെ അതിനടുത്ത ദിവസം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലും പ്രതിഭയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പ്രതിഭ അമ്മ എന്ന രീതിയിലുള്ള ഒരു വികാരമാണ് അത് കാണിച്ചത്. ഒപ്പം തന്നെ പ്രതിഭയ്ക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ പടച്ചുവിടാനായി മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന് മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് കായംകുളത്തെ ജില്ലാ നേതൃത്വവും അന്ന് പ്രതികരിച്ചത്. എന്തായാലും യു പ്രതിഭയ്ക്ക് എതിരെ ഉയർന്നു വന്ന വിവാദങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് ഒപ്പം കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ആവണം ഒരുപക്ഷെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ യു പ്രതിഭയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം അവർ തകഴി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടയാളായിരുന്നു. പിന്നീട് കായംകുളത്ത് ജനപ്രതിനിധിയായതിനു ശേഷമാണ് കായംകുളത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കായംകുളത്തേക്ക് വ്യാപിപ്പിച്ചത്. ഈ ആലപ്പുഴയിൽ നടക്കുന്ന പൊതുപരിപാടികളിലൊന്നും യു പ്രതിഭ കുറെ കാലമായി പ്രതിഭ പങ്കെടുക്കാറില്ലായിരുന്നു. കായംകുളത്ത് ഒരു വിഭാഗം പ്രവർത്തകർക്ക് യു പ്രതിഭയോട് അനിഷ്ടമുണ്ടെങ്കിൽ പോലും കായംകുളത്തെ പരിപാടികളിൽ MLA എന്ന രീതിയിലും അവർ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. പക്ഷേ ഏതാണ്ട് കുറച്ചു കാലമായി ആലപ്പുഴയിലെ പൊതുപരിപാടികളിൽ അവർ പങ്കെടുക്കാറില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ ക്ഷണിക്കാറില്ല എന്ന് വേണം പറയാൻ. കായംകുളത്തെ ഒരു വിഭാഗം നേതാക്കളുമായി പോലും, അല്ലെങ്കിൽ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർക്ക് യു പ്രതിഭ അനഭിഷേക ആണെങ്കിൽ പോലും ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായി വലിയ ഒരു നീരസമൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറഞ്ഞ കാലങ്ങളായി, ഏതാണ്ട് കുറച്ച് കാലങ്ങളായി പൊതുപരിപാടികളെല്ലാം തന്നെ യു പ്രതിഭ സജീവമാണ്. എന്തായാലും മകനുമായി ബന്ധപ്പെട്ട കഞ്ചാവ് കേസ് അടക്കം നിലനിൽക്കുമ്പോഴും അതൊന്നും കെട്ടടങ്ങാത്ത ഒരു സാഹചര്യത്തിലും യു പ്രതിഭയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. അതിന് തെളിവാണ് ഇപ്പോൾ അവരെ ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.